യുഎസ് റഷ്യ ചർച്ചയെ ചൊല്ലിയുള്ള വാക്പോരിനിടെ യുഎസ് പ്രതിനിധിയെ കാണാൻ തയ്യാറെടുക്കുകയാണ് സെലൻസ്കി. റഷ്യയിലെയും യുക്രൈനിലെയും യുഎസിന്റെ പ്രത്യേക ദൂതൻ കീത്ത് കെലോഗുമായി കീവിൽ കൂടിക്കാഴ്ച നടത്താൻ തയ്യാറെടുക്കുകയാണ് യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. സൗദി അറേബ്യയിൽ അടുത്തിടെ നടന്ന യുഎസ് റഷ്യ ചർച്ചകൾക്ക് ശേഷം യുഎസ് പ്രത്യേക ദൂതൻ കീത്ത് കെലോഗ് കീവിലാണ്. യുക്രൈനിന്റെ ആശങ്കകൾ കേൾക്കുകയും വൈറ്റ് ഹൌസിനെ അറിയിക്കുകയുമാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് കെലോഗും പറഞ്ഞു. പക്ഷേ യുക്രൈനിയൻ പ്രസിഡന്റിനെ ട്രംപ് നിരന്തരം അധിക്ഷേപിക്കുന്നത് കൊണ്ടുതന്നെ കെലോഗിന്റെ സന്ദർശനത്തെപ്പറ്റി വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു. സൗദി അറേബ്യയിൽ നടത്തിയ യുഎസ് റഷ്യ ചർച്ചകളിൽ നിന്ന് യുക്രൈനെ ഒഴിവാക്കിയതിൽ ട്രംപിനെ വിമർശിച്ച് നേരത്തെ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു. റഷ്യ നൽകിയ തെറ്റായ വിവരങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി ട്രംപിനെ വിമർശിച്ചു. പിന്നാലെ സെലൻസ്കിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ രാജ്യം തന്നെ അവശേഷിക്കില്ലെന്നും ട്രംപ് വിമർശിച്ചു. റഷ്യയുമായുള്ള യുദ്ധത്തിന് തുടക്കമിട്ടത് യുക്രൈനാണെന്നും ട്രംപ് ആരോപിച്ചു. ട്രംപിന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു വിമർശനങ്ങളൊക്കെ. 2022 ഫെബ്രുവരി 24 റഷ്യ അധിനിവേശം ആരംഭിച്ചതു മുതൽ ട്രംപ് അധികാരം ഏൽക്കുന്നത് വരെയും യുക്രൈനിന് സർവ്വ പിന്തുണയുമായി ഒപ്പം നിന്ന രാജ്യമാണ് യുഎസ്. യൂറോപ്പിലെ സഖ്യകക്ഷികളുമായും അതുപോലെ അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് റഷ്യയെ ആഗോളതലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികപരമായും ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്നത് ബൈഡൻ സർക്കാരായിരുന്നു. ബൈഡനെ ഒരു വയലിൻ പോലെ നിയന്ത്രിക്കാൻ മാത്രമാണ് സെലൻസ്കി ശ്രമിച്ചതെന്നും ട്രംപ് വിമർശിച്ചു. ഒപ്പം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിജയകരമായ ശ്രമങ്ങൾ ട്രംപ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ട്രംപിന് മാത്രമേ അത് സാധിക്കൂ എന്നും അദ്ദേഹം കുറിച്ചു. എന്തായാലും സെലൻസ്കിക്ക് പിന്തുണ നൽകി ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മറ്റ് യൂറോപ്യൻ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കൾ സെലൻസ്കിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ട്രംപിന്റെ പരാമർശങ്ങളെ അപലപിക്കുകയും ചെയ്തു. സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്നാണ് ഷോൾസിന്റെ പ്രതികരണം. സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ച UK പ്രധാനമന്ത്രി അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചു. അതേസമയം സെലൻസ്കി തന്റെ ദൈനംദിന വാർത്താ സമ്മേളനത്തിൽ യുഎസുമായി ക്രിയാത്മക സഹകരണം പ്രതീക്ഷിക്കുന്നതായും അമേരിക്കയുമായും യൂറോപ്പുമായും ചേർന്ന് സമാധാനം കൂടുതൽ സുരക്ഷിതമാക്കാൻ കഴിയുമെന്നും അത് തങ്ങളുടെ ലക്ഷ്യമായി തുടരുന്നുവെന്നും പറയുകയുണ്ടായി. ഇതോടെ ഇരു നേതാക്കളുടെയും അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. ഒപ്പം റഷ്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കവുമായി ട്രംപ് മുന്നോട്ടു പോവുകയുമാണ്. യുക്രൈൻ വിഷയം പരിഹരിക്കുന്നതിനൊപ്പം തന്നെ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച് പരസ്പരം സ്ഥാനപതികളെ നിയമിക്കാനും സൗദിയിൽ വെച്ച് യുഎസ് റഷ്യ ധാരണയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയ്ക്ക് അനുകൂലമായ വിധത്തിൽ യുദ്ധത്തിന് അവസാനം കാണാൻ ട്രംപ് ധാരണയുണ്ടാക്കുമെന്ന ആശങ്ക യുക്രൈനും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് റഷ്യയെ കൂടുതൽ കരുത്തരാക്കും എന്നത് ഉറപ്പാണ്. ഭാവിയിൽ യൂറോപ്പിന് ഭീഷണിയാകുമെന്നും ഉറപ്പാണ്.